അപ്പം വാമ്പയർ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓണത്തിന് വീട്ടിൽ വന്നതാണേ, പല്ല് തേക്കുന്ന സംഭവം. ഇവിടെ വന്നാൽ ബ്രഷ് എടുക്കണ ആവശ്യമൊന്നുമില്ല. അമ്മമ്മയ്ക്ക് ഉമിക്കരിയോ ഈ പല്ല് തേക്കണ പൊടിയോ ഒക്കെ ഉണ്ടാവും. ഒരു പാവയ്ക്ക ഇതാണ് പൊന്നട്ട. പണ്ട് കുഞ്ഞിലെ എന്നെ പറഞ്ഞ് പറ്റിക്കുമായിരുന്നു. ഈ പൊന്നട്ടേനെ പിടിച്ച ആൾക്കാർ ഇതിൻ്റെ സൈഡിലിരിക്കുന്ന പൊന്നെല്ലാം എടുത്തിട്ട് അട്ടേനെ മാത്രം വിട്ട് കളയുമെന്ന്. ആ മന്ദബുദ്ധിയായ ഞാനതെല്ലാം വിശ്വസിച്ചായിരുന്നു അന്ധകാലത്തിൽ. ഇപ്പം എനിക്ക് മനസ്സിലായി എന്നെ പറ്റിച്ചാണെന്ന്. ഇതെന്താണെന്നറിയോ? ഇത് കച്ചോലം പോലത്തെ ഒരു സാധനമാണ്. കച്ചോലം ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ റിയൽ കച്ചോലം നല്ല ഗ്രീൻ കളർ ഇലയാണ്. അതിനിങ്ങനെ ഈ വെരിഗേഷൻസ് ഒന്നും ഉണ്ടാവില്ല. റിയൽ കച്ചോലം ഇത് എന്താണെന്ന്, പക്ഷെ കച്ചോലം പച്ച കളർ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ പ്ലാവ് ഉണ്ടായിരുന്നേ. ഇവിടെ റോഡ് സൈഡിന് നല്ല അടിപൊളി ചക്ക കായ്ക്കണം വലിയ പ്ലാവ്. അതിങ്ങനെ ഉച്ചവും തല വരെ പോയി കായ്ക്കുമായിരുന്നു. അപ്പോൾ ഈ ലൈൻ കമ്പിക്കൊക്കെ പ്രശ്നമായതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലും റോഡിലൊക്കെ ചക്കപ്പഴം വീഴുന്നുണ്ട്. അമ്മമ്മ അത് മുറിച്ചു. രാവിലെ നല്ല മഴക്കോളി. ഞാൻ പല്ല് തേച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും എന്താ ഇവിടെ പാവയ്ക്ക. നമ്മുടെ അവിടെയാണെങ്കിൽ പച്ച പാവയ്ക്കാണ്, ഇവിടെ ഈ വെള്ള പാവയ്ക്ക. പിന്നെ ഞാൻ വേറൊരാളിനെ കൂടെ കണ്ടുപിടിച്ചു. വേണ്ടേ, നമ്മൾ ഒടിച്ചു കുത്തി നാരകത്തിൽ നാരങ്ങ പിടിച്ചു. ചായ, വീട്ടിലെ ചായ. ഫ്രോക്ക് നൈറ്റി, ഓണക്കോടി. ഏതോ പാത്രം ഓണത്തിന് കറി വയ്ക്കാനായിട്ട് എൻ്റെ അമ്മമ്മ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും പാത്രങ്ങൾ അടുക്കി വെച്ചാൽ എൻ്റെ അമ്മമ്മയ്ക്ക് പാത്രമില്ല എന്ന് പറയും. അപ്പോൾ ഏതോ ഒരു പാത്രം കാണാനില്ലാഞ്ഞിട്ട് എല്ലാവരും അതിൻ്റെ മേലെ കയറ്റി എൻ്റെ അമ്മമ്മ അന്വേഷിക്കുവാണ്. ചെക്കൻ കയറിയപ്പോൾ അമ്മമ്മ പറയുന്ന കുഴിഞ്ഞ പാത്രം പരന്ന പാത്രമൊന്നും അവനറിയില്ല. അതുകൊണ്ട് അമ്മമ്മ അടുത്ത ആളിനെ കയറ്റി. പക്ഷെ എന്നിട്ടും പാത്രം കിട്ടിയ കോളില്ല. കടലപ്പായസം അങ്ങനെ ശർക്കരപ്പാനിയിൽ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി. അത് വലുതായില്ലടാ. കുക്കുംബർ അല്ല, ഇത് പംകിൻ. താഴെക്കൂടെ വളരേണ്ടതാണ്, പക്ഷെ ഇത് മണ്ടയിലോട്ട് കയറിപ്പോയി. മേലെ കൂടെ കയറിപ്പോയ പംകിനെ അത്ഭുതത്തോടെ നോക്കുവാണ് മക്കൾ. നമ്മുടെ അവിടെ എല്ലാം തലതിരിച്ചാണ്. പാവയ്ക്ക നിലത്ത് കായ്ക്കുന്നു, പംകിൻ ഉച്ചിയിൽ കായ്ക്കുന്നു. അപ്പോൾ ഇളയ ആളാണെങ്കിലേ അവൻ രാവിലെ കണ്ട പംകിൻ ചേട്ടന് കാണിച്ചു കൊടുക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഞാൻ അത് കാണിച്ചു തരാം, ഞാൻ ഇത് കാണിച്ചു തരാം. ഞാൻ അവന് ഇഞ്ചി മഞ്ഞളൊക്കെ കാട്ടി കൊടുത്തായിരുന്നേ. അപ്പോൾ അതൊക്കെ മൂത്ത ആളിനെ കാണിച്ചു കൊടുക്കാനായിട്ട് അവനെ വിളിച്ചുകൊണ്ട് നടക്കുവാണ്. അവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഈ ചെടി നമ്മുടെ വീട്ടിലുണ്ട്, ആ ചെടി നമ്മുടെ വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇഞ്ചിയുടെ മഞ്ഞളിൻ്റെ ഇല പറിച്ച് മണത്ത് നോക്കാൻ ഞാൻ കൊടുത്തായിരുന്നേ. അപ്പോൾ അത് അവൻ്റെ അടുത്ത് പറയുവാണ്, അത് മണത്ത് നോക്ക്, ഇത് മണത്ത് നോക്ക്, അതിൻ്റെ മണം കണ്ടോ എന്നൊക്കെ. ഇല്ല, അവിടെ ഇരിപ്പുണ്ട്. അതാണ് അരണ. എന്താ അരണ? അതാണ് അരണ. മോന്റെ അരണ. കപ്പ് സോസറും. ഇതാണ് കപ്പ് സോസറും. ഞാനിങ്ങനെ നമ്മുടെ വീടും പറമ്പെന്ന് പറയാനൊന്നുമില്ല, കുറച്ച് സ്ഥലം. കുളിക്കാൻ പോവാന്നെത്താ, കുളിക്കണ്ടേ? രാവിലെ പേരുമഴ.
ഇത് ഒരു പപ്പയാണേ, അതിനിങ്ങനെ ബ്രാഞ്ചൊക്കെ പോയി ഇമാതിരി നിപ്പുണ്ട് കണ്ടോ. ഒരു പപ്പയായിരുന്നു. കുഞ്ഞിന് പൂ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പൂ പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ അനിയൻ ചെക്കൻ പുതിയ ഫോൺ എടുത്ത്, അങ്ങനെ അവൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് തന്നു. നല്ല വീഡിയോ അല്ലേ. അങ്ങനെ അവനും ഞാനും പൂവൊക്കെ പറിച്ച് വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അങ്ങനെ ഞാൻ ഇട്ടിരിക്കുന്നത് ഓണക്കൊടിയാണ്. അങ്ങനെ ഓണം കളറായി. ഇത് നമ്മുടെ ആട്ടുംപെരയായിരുന്നേ, ആട്ടുംകൂടായിരുന്നു. ആട്ടുംകൂട് ഇപ്പം അമ്മൂമ്മയ്ക്ക് വയ്യാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് തോലൊക്കെ ഒടിക്കാൻ പോകാൻ പാടൊക്കെ ആയതുകൊണ്ട് അത് ഇപ്പം സ്റ്റോർ റൂമാക്കി. അതിൻ്റെ മേളിൽ കുമ്പളങ്ങയോ എന്തോ തടിയങ്കായോ അങ്ങോട്ട് പടന്ന് കിടപ്പുണ്ട്. ഇവിടേക്ക് ഇഷ്ടം മാതിരി അഗസ്തി മുരിങ്ങ ഉണ്ടായിരുന്നു. അഗസ്തി മുരിങ്ങ നമുക്ക് ടെറസിൽ നിന്ന് പറിക്കാൻ പറ്റും. ഇതേ സപ്പോട്ട, എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് നട്ട സപ്പോട്ട, അതെല്ലാം കായ പിടിച്ച് കിടക്കുന്നു. എന്നിട്ട് അവിടെ മുരിങ്ങയുണ്ട് കണ്ടോ, മുരിങ്ങയും കറിവേപ്പും ഒക്കെ. പിന്നെ റംബൂട്ടാനുണ്ട്. റംബൂട്ടാൻ വലിയ മരം എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നേ. ഇവിടെ ഒരു വലിയ റംബൂട്ടാൻ മരം ഉണ്ടായിരുന്നു. അത് എൻ്റെ അമ്മമ്മ വെട്ടിക്കളഞ്ഞു. റോഡിലോട്ടേ ലൈൻ കമ്പിയിലോട്ടൊക്കെ പോകുന്നുണ്ട് അവിടെ. പിന്നെ മുരിങ്ങ, കറിവേപ്പ്, ചന്ദനം, അങ്ങനെയൊക്കെ. ഈ മത്തൻ ഒക്കെ മണ്ടയിലോട്ട് പടർന്ന് പോയേക്കുവാണ്. താഴെ നിന്നാൽ ഫുള്ള് വ്യൂ കിട്ടൂല, അതാണ് ഞാൻ മേലെ കയറി. ഈ കാക്ക ഉണ്ടല്ലോ, ഈ കാക്ക ഇതൊരു വെറൈറ്റി കാക്കയാണ്. ഇവൻ്റെ ചുണ്ട് കാക്കയ്ക്ക് പറ്റിയ ചുണ്ടല്ല, ഇതിങ്ങനെ പരുന്തിനെ പോലെ വളഞ്ഞ ചുണ്ടാണ്. ഇവന് കുറേ കാലമായിട്ട് ഇപ്പം ഇവിടെ ഉണ്ട്. ഇവൻ്റെ പ്രായം എത്രയെന്ന് എനിക്ക് അറിയില്ല. ഇപ്പം വാമ്പയർ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കണ്ടോ. എടാ സുഖമാണോടാ നിനക്ക്? സുഖമാണോ? നീ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞിരുന്നാണ്, നിന്റെ ചുണ്ടൊന്ന് ഞാൻ എടുക്കട്ടെ ഫോട്ടോ. എന്നിട്ട് വീഡിയോ എടുക്കട്ടെടാ, ഇങ്ങോട്ട് തിരിയടാ. എന്താ എൻ്റെ ഫ്രണ്ട്സൊക്കെ താഴെയുണ്ട്. അത് നമ്മുടെ കോഴിക്കൂടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് അഞ്ചാറല്ല 10-25 കോഴിയും കണ്ടുണ്ടായിരുന്നു. അവരെല്ലാം കൂടി ഇട്ടിരുന്ന കൂടാണ് അത്. പിന്നെ ഇപ്പോൾ കോഴി ഇല്ലാഞ്ഞിട്ട് അത് സ്റ്റോർ റൂമാക്കി. കണ്ട ഇവൻ ആകെ വിഷയമാണ്. ഇവനിവിടെ ആരെയും പേടിയൊന്നുമില്ല, അവൻ ടെററാണ്. അവൻ്റെ ചുണ്ട് കണ്ടോ. സ്മൈൽ പ്ലീസ്. വാള് വില്ലനാ, മിക്കവാറും വന്നിപ്പോ എന്നെ കൊത്തും. പോണോ? എടാ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എടാണോ എടിയാണോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും പുള്ളി കലിപ്പാണ്. പോണോ? ഇല്ലേ, അവ ആള് ശരിയല്ല. ഇവൻ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് അതിലേക്ക് ഇറങ്ങിയതാ എന്റെ മണ്ടയിൽ വന്നിരിക്കുവാണ്. ഞാൻ പോണ്. ചില പേര് നിന്നാൽ എനിക്ക് കൊത്ത് കിട്ടും. വെറുതെ എന്തിനാണ് ഇന്ന് എക്സ്പ്രഷൻ ഇട്ട് കൊത്തു വാങ്ങണം, പൊക്കളയാ. കല്യാണ സൗഗന്ധികം, ഇതാണ് കല്യാണ സൗഗന്ധികം. നല്ല മണമാണ്. മഴ ചാറുന്നുണ്ട്. ഇപ്പം ഇവിടുത്തെ അന്തേവാസികൾ ഇവർ രണ്ടുപേരാണ്. ഓരോ പ്രാവശ്യം ഓരോരുത്തരാണ്. ഇപ്പം ഇവരാണ്. അപ്പോൾ ചടുപടേന്ന് ഓണം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുവാണ്. മക്കൾ ഒക്കെ സ്കൂൾ തുറക്കുന്ന സമയത്തേ തിരിച്ചു വരുള്ളൂ. 2-3 ദിവസം കൂടി ഉണ്ടല്ലോ. ഇത് വോയിസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ചെറിയ ജലദോഷമുണ്ട്, അതാണ് എൻ്റെ സൗണ്ട് മാറിയിരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും ടാറ്റയും കൊടുത്ത് ഉമ്മയും കൊടുത്ത് ഞാൻ ഇറങ്ങുവാണ്. ഇനി ബാക്ക് ടു നോർമൽ ലൈഫ്. വീട്ടിൽ പോയിട്ട് വേണം ചെടിക്ക് വെള്ളം ഒഴിക്കാനും തെങ്ങിന് തടവെടുത്തത് നോക്കാനും. പോകുന്ന വഴിക്കാണ് നമ്മൾ മുന്നേ താമസിച്ചിരുന്ന വീടേ. നമ്മൾ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആ പപ്പ കണ്ടോ, പപ്പ നിറയെ കായ്ച്ച് മറിഞ്ഞ് കിടക്കുവാണ്. ആരുമില്ല പപ്പയ്ക്ക് പറിക്കാൻ. ഞങ്ങളുണ്ടായിരുന്നപ്പം നട്ട പപ്പയാണ്. 2-3 പപ്പയുണ്ട്. ഇത് അപ്പുറത്തെ സൈഡിലെ പപ്പ, അപ്പുറത്തെ സൈഡിലെ പപ്പ. അങ്ങനെ ഞാൻ അതൊക്കെ കണ്ടിട്ട് നമ്മുടെ പപ്പ കായ്ച്ച് നിൽക്കുന്നു എന്നിങ്ങനെ ഗദ്ഗതപ്പെട്ട് കണ്ണ് നിറയെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.